ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു ബ്ലാക്ക് ആൻഡ് സിൽവർ സെറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ക്ലേ നമുക്ക് സ്ക്വയറായിട്ട് ചെറിയ സ്ക്വയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ 1.5 സെൻറ്റിമീറ്റർ ഇട്ടിട്ട് മാർക്ക് ചെയ്തിട്ട് അതിനനുസരിച്ച് ഞാൻ കട്ട് ചെയ്തെടുക്കണേണ്. അപ്പോൾ നമുക്കത് ഒരേ അളവിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ സൈഡിലുള്ളതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കൊന്ന് സ്മൂത്തൻ ചെയ്തെടുക്കണം. ഒരു ഓയിലോ എന്തെങ്കിലും യൂസ് ചെയ്ത് സ്മൂത്തൻ ചെയ്തെടുക്കുക. ഇനി നമുക്ക് അതിൻ്റെ സെൻറ്ററിലായിട്ടൊരു കട്ട് ചെയ്ത് കൊടുക്കാം. ലൈറ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാത്തിലും ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നതിന്. അപ്പോൾ ഇത് നമുക്ക് കോർക്കുന്നതിനായിട്ടുള്ള ഹോൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരെണ്ണം നേരെയും ഒരെണ്ണം വട്ടത്തിൽ വരുന്നത് പോലെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നേരെയും വട്ടത്തിലും നമുക്ക് ഓരോ ഹോൾ ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് സ്മൂത്തൻ ചെയ്തിട്ട് നമുക്ക് വൺ സൈഡ് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഡോട്ട് ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാത്തിലും ഡിസൈൻ ചെയ്തതാണ്. ഇപ്പം നമ്മുടെ ബീഡ്സ് എല്ലാം ഡ്രൈ ആയി ബേക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനകത്ത് ബ്ലാക്ക് കോട്ട് അപ്ലൈ ചെയ്യാം. എല്ലാ ബീഡ്സിലും ബ്ലാക്ക് കോട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് വൺ സൈഡ് ലിക്വിഡ് സിൽവർ വെച്ചിട്ട് വൺ സൈഡ് അപ്ലൈ ചെയ്യുന്നതാണ്. പിന്നെ ബീഡ്സിലും സിൽവറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാത്തിലും നമുക്കൊന്ന് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതൊക്കെ ഒന്ന് വാർണിഷ് ചെയ്തെടുക്കണതാണ്. ഞാൻ ഡെക്കറിൻ്റെ വാർണിഷാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം വാർണിഷ് ചെയ്തു. ഇനി നമുക്ക് ഇതിനകത്ത് നമുക്ക് നൂലിലാണ് കോർക്കുന്നത്. അപ്പോൾ അതിന് ഒന്ന് കോർത്തെടുക്കാം. ഫസ്റ്റ് ഒരു ബീഡ്സ് കോർക്കുന്നുണ്ട്. പിന്നെ നേരെ വരുന്ന ലൈൻ വരുന്ന ഒരു ബീഡ്സ്, പിന്നെ നമ്മുടെ റൗണ്ട് ബീഡ്സ്, പിന്നെ സെൻറ്ററായിട്ട് ലൈൻ വരുന്ന ഒരു ബീഡ്സ്, അങ്ങനെയാണ് കോർത്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് കോർത്തെടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും വെരി താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.